എല്ലാവരും കൂടി ഹായ്. അപ്പോൾ ഇന്നാണ് പോകുന്നത് പാച്ചിൽ ത്രത്ത് ഹെവൻ എന്ന ആനിമിൻ്റെ എപ്പിസോഡ് 203. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ നോർത്ത് ഡ്രാഗൺ കിങ്ങിൻ്റെ സ്പേസിലേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ ആയിട്ട് ആ സോള് തന്നെ ഇല്ലാതാക്കിയ നോർത്ത് കിങ് അയാൾ പറയുന്നുണ്ട്, നീ എൻ്റെ സോൾ ഇല്ലാതാക്കി എന്ന് കരുതി എല്ലാം കഴിഞ്ഞെന്നാണ്. ഏൻഷ്യൻ്റ് ബോയ് ഡ്രാഗൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സോള് തന്നെയാണ് ബോഡി തന്നെയാണ് സോള്. നന്ദിയുണ്ട്, ഇപ്പം എൻ്റെ ബോഡി പെർഫെക്റ്റ് ആയിട്ട് നിൻ്റെ സോള് അയാളുടെ ബോഡി പെർഫെക്റ്റായി നിൻ്റെ സോള് ഇവിടെ ട്രാപ്പായി എന്ന് പറഞ്ഞ് അയാളുടെ പവർ എടുക്കുകയാണ്. ഇതിൻ്റെ അവസാനമൊന്നും ഇല്ലേടേ. അവൻ്റെ സ്പിരിച്വൽ പവർ തന്നെ ഇല്ലാതായി തടഞ്ഞ് അയാൾ കണ്ട് ഷോക്കായി പോയി. അപ്പോൾ അവൻ നോർത്ത് കിങ് നിൻ്റെ സോള് ഹൈഡ് ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകില്ല എന്ന് കരുതിയോ. നീ ഒരുപാട് ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു എന്ന് കാണുന്നു. അതാണ് കാരണം. സംഭവം എന്താണെന്ന് അയാളുടെ സോളിൻ്റെ ചെറിയൊരു പാർട്ട് ഹൈഡ് ചെയ്തിരുന്നു. അത് ഷിയോൻ റിഫൈൻ ചെയ്തു ഉപയോഗിച്ച സോൾ പവറിൽ പിന്നെ പുറത്തു വന്നു. എന്നാൽ ഷിയോൻ ആൾറെഡി ഇത് അറിയാമായിരുന്നു. എന്നിട്ടും അവൻ ചെയ്തതാണ് അവൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടി. അതിപ്പോൾ മനസ്സിലാകും. അടുത്തൊരു അറ്റാക്ക് അത് അവൻ്റെ സ്പിരിച്വൽ പവർ തന്നെ തടയുകയാണ്. എന്താണെന്ന് അവൻ്റെ സോൾ പവർ ടോപ്പ് ലെവലിൽ ആൾറെഡി എത്തിയല്ലോ. അയാളെ പിടിച്ച് സപ്രസാക്കി അടുത്തെത്തിച്ചു. നിനക്ക് സോൾ പവർ ഉണ്ടെങ്കിൽ സർവൈവ് ചെയ്യാൻ പറ്റും. നിന്റെ സോള് സപ്രസാക്കിയിട്ട് അത് സീൽ ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഇതെല്ലാം പ്ലാനിങ് ആയിരുന്നു എന്നതിന് പറയാൻ തുടങ്ങി. അവൻ ഓൾറെഡി അറിയാമായിരുന്നു. അതിനു മുൻപ് അയാളുടെ സോള് സ്പേസിലേക്ക് എത്തിക്കണം. എങ്കിൽ മാത്രമേ ആ സോൾ സ്പേസ് ഇല്ലാതാക്കാൻ പറ്റൂ. സോൾ സ്പേസ് ഇല്ലാതാക്കിയാൽ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അതിന് ട്രിക്ക് യൂസ് ചെയ്ത് വരുത്തണം. അതേപോലെ തന്നെ നടന്നു. അല്ലെങ്കിൽ ഷെയ്വയുടെ ട്രാപ്പിൽ അയാൾ തന്നെ വീണു. ഇനി ആ ചെറിയ പാർട്ട് സോള് അവൻ്റെ ഒരു സ്കില്ല് വെച്ച് സീൽ ചെയ്യാൻ പോകുന്നു. അതുപോലെ സോൾ സ്പേസ് ഇല്ലാതാക്കാൻ പോകുന്നു. അതാണ് സംഭവം. അത് പിന്നെ ചെയ്യാൻ തുടങ്ങി. നീ എക്സ്പീരിയൻസ് നിന്റെ വേദന നിന്റെ ആൾക്കാർ എത്രമാത്രം അനുഭവിച്ചു എന്നത് അത് നീയെല്ലാം മനസ്സിലാക്കണം. നിന്റെ ഈ ചെറിയ പാർട്ട് സോള് മാത്രമായിട്ടെടുത്ത് ഈ സോൾ സ്പേസ് നീ ഇല്ലാതാക്കുകയാണ്. അയാൾ പറയാൻ തുടങ്ങി, എന്നെ വെറുതെ വിടും, ഞാൻ ഇനി ഒന്നിനും വരില്ല, അതിൻ്റെ സമയം കഴിഞ്ഞു. അപ്പോൾ ഹുൻക്ലാനെ പറ്റി ഇൻവെസ്റ്റിഗേഷൻ ചെയ്തത് പറയുമ്പോൾ നീ കഷ്ടപ്പെടണ്ട, ഞാൻ എൻ്റെ വഴിയിലൂടെ തന്നെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും ഇല്ലാതാക്കുകയാണ്. അതോടെ ആ സോൾ സ്പേസ് മറയാനായി തുടങ്ങി. ആ സോൾ റിഫൈൻ ചെയ്തെടുത്തു. അങ്ങനെ അതിനൊരു അവസാനം എത്തിച്ചെന്ന് മനസ്സിലാക്കാം. അതിൻ്റെ പ്രഷർ അവിടെ മുഴുവനാകുന്നുണ്ട്. അത് പൂർണ്ണമായി എന്ന ഒരു സിഗ്നൽ അവിടെ വരുന്ന സിയാൻ കണ്ടിട്ട് അവൾക്ക് മനസ്സിലായിട്ട് ആശ്വാസമായി. അവൾ അവരോട്, ഞാൻ സത്യം ചെയ്യുന്നു, പാസ്റ്റിൽ നടന്ന പോലെ ഒന്നും ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്ന്. ഇനി മുതൽ എല്ലാ ഡ്രാഗൺ ഐലൻഡ് ഞാൻ ഗാർഡ് ചെയ്യാൻ പോകുന്നു, എല്ലാവരും പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്നു എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞിട്ട് മറ്റൊരു പ്ലേസിൽ നോർത്ത് കിങ്ങിൻ്റെ ഡ്രാഗൺ സീൽ ഇല്ലാതായ അത് മനസ്സിലാക്കി നിൽക്കുകയാണ് ഹുൻറ്റിയാണ്ടി. അവളാണ് ഒരു പവർഫുള്ളായ ഓറ. അത് മനസ്സിലാക്കിയിട്ട് സക്സസ് ആയോ എന്നതിന് അത് ആ ട്രാഷിനെയും സോഴ്സ് ഓഫ് ഫ്ലെയിം വെച്ച് ഉണ്ടാക്കിയ പുതിയ ബോഡി കൊണ്ടുപോയി തൊലയ്ക്കുമെന്തോ എന്ന് പറഞ്ഞ് ഒരാൾ വരുന്നു. അതൊരു ഹ്യൂമനല്ല, ഷവീനെ പോലെ സെക്കൻഡ് റാങ്ക് ഹെവൻലി ഫ്ലെയിമായ നിഹിലിറ്റി റിവറിങ് ഹെവൻലി ഫ്ലെയിമാണോ. 3 റാങ്ക് തേർഡ് റാങ്ക് ഹെവൻലി ഫ്ലെയിം ആണല്ലോ ഷിയോൻ്റെ ഉള്ളത്. അന്ന് ഷിയോയിൽ ഹെവൻലി ഫ്ലെയിം അതെടുക്കാൻ പോയത് 5 സ്റ്റാറോ 6 സ്റ്റാറോ ഡൗസൈൻ്റെ ആയ പ്യൂരിഫൈങ് ഡീമോണിക് ലോട്ടസ് ഫ്ലെയിമിനെ എന്നൊക്കെ പിടിച്ചെടുത്തല്ലോ. അതേപോലെ മറ്റൊരു ഹെവൻലി ഫ്ലെയിമാണിത്, സെക്കൻഡ് റാങ്ക്. അയാളുടെ റാങ്ക് എന്നത് 9 സ്റ്റാർ ഡൗസൈൻ്റ് ആണ്. ഹുൻറ്റിയാണ്ടി അതിന് ഒരു ചെസ്സില് ഫടന്മാര് അല്ലെങ്കിൽ പവന് എത്ര ചെറുതാണെങ്കിലും അവർ മതി റീപ്ലേസ് ആക്കാൻ. ആ 7 സ്റ്റാറിന് നമ്മുടെ കുറേ പ്രശ്നങ്ങൾ സേവ് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് നിഗിലിറ്റി ഫ്ലെയിം അല്ലെങ്കിൽ ട്വിന്യൂൻ. എനിക്ക് നിങ്ങളെ പോലെ കളിച്ചു നിൽക്കാനൊന്നും സമയമില്ല. നേരെ ഷിയോനെ സ്കൈമാൻഷ അലയൻസിനെ ഇല്ലാതാക്കിയിട്ട് ഞാൻ വരെ നിൽക്കൂ. അപ്പോൾ ഹുൻറ്റിയാണ്ടി, നമുക്ക് ആ ചെറുക്കനെ അവൻ്റെ കയ്യിലുള്ള ഐറ്റം അത് മാത്രമല്ല വേണ്ടത് എന്നോട് പറയുന്നുണ്ട്. അപ്പോഴാണ് നിഗിലിറ്റി ഫ്ലെയിം, ഇനി നടന്നില്ലേ ഞാൻ ഓർഡർ നോക്കില്ല, ഒന്നും പിന്നെ പറയരുത് എന്ന് പറഞ്ഞ് ആ ഫ്ലെയിം ഒരു പോർട്ടൽ വഴി ഒരാളെ വരുത്തുന്നു. അയാൾ ആരെന്ന ഹൊൻമീഷ്യങ്ങാണ്. അയാളുടെ പുതിയ ബോഡി അന്ന് പറഞ്ഞല്ലോ സോൾ ഇല്ലാതാക്കിയില്ല എന്ന്, അതുകൊണ്ട് തന്നെ ആ സോൾ വെച്ച് പുതിയ ബോഡിയിലോട്ടാക്കി എന്നതാണ്. ഹൊൻമീഷ്യങ് വന്നിട്ട് ക്ലാൻ ചീഫിനോട് ട്വന്റിനോട് നന്ദി പറയുന്നുണ്ട്. അപ്പോഴാണ് ഹുൻറ്റിയാണ്ടി പിൽസ് ഗാദർ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. എവിടേക്ക്? യാവോ ക്ലാൻ അല്ലെങ്കിൽ മെഡിസിൻ ക്ലാനിലേക്ക് പോയി ഗാദർ ചെയ്യാനാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോവുകയാണ്. ഹുൻമേഷിങ്ങിനോട് പുതിയ ബോഡി കിട്ടിയില്ലേ, എനിക്ക് ഒരു കാര്യം ചെയ്യ്, ഷിയോയിൽ നിന്ന് അജയോട് അത് കൊണ്ടുപോവാ, ഓർക്ക് ഇതൊന്നിൻ്റെ ലാസ്റ്റ് ചാൻസ് ആണ്, ഉറപ്പായി ഞാൻ ഇത് ചെയ്തിരിക്കും എന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് ക്യൂൻമെട്ടിസ അങ്ങോട്ട് ഷിയോയിൻ കൂടെ നോർത്ത് കിങ് എന്ന അയാളിപ്പോൾ ഒരു പപ്പറ്റാണ്. അപ്പോഴാണ് ഷിയോയിൻ എന്തിനു വേണ്ടിയാണ് ചെയ്തതെന്ന് മനസ്സിലാക്കാം. ഇപ്പോൾ പപ്പറ്റ് അതിൻ്റെ മാക്സിമം ലെവലിലല്ല, തണ്ടർ ബോളിൽ പോയിട്ട് അവിടെ വെച്ച് അതിൻ്റെ മാക്സിമം കപ്പാസിറ്റിയിലേക്ക് എത്തിക്കാം എന്ന് പറയുകയാണ്. അതിനുശേഷം നമുക്ക് അലയൻസിലേക്ക് പോകാം. ഓക്കെ എന്ന് ക്യൂൻമെട്ടിസ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് പോയി, ഞാൻ വെയിറ്റ് ചെയ്യാം, ഒരു കെട്ടുപിടി ഒരു ഉമ്മ വയ്ക്ക്, അതൊന്നും നടന്നില്ല. അത് കഴിഞ്ഞ് പോയി തണ്ടർ ബോർഡ് കാണിക്കുന്നത്. അങ്ങോട്ട് വന്നപ്പോൾ അവൻ വന്ന സമയത്ത് ലക്കിനാണ് അന്ന് രക്ഷപ്പെട്ടത്. ഡീനുണ്ടല്ലോ മാങ്ങ്,
കൊണ്ടുപോയത്. ഇപ്പോൾ അവൻ്റെ സ്ട്രെങ്തിൽ ഇതൊന്നും സീനല്ല. അപ്പോൾ ഷവി വന്നിട്ട് നിൽക്കുന്നു. ആ പപ്പറ്റിനെ കണ്ട് അതിശയത്തിൽ നോക്കി ഷെയ്വൻ ഇപ്പോൾ നോക്കുമ്പോൾ ഡീസൻ്റ് ആയിട്ട് തോന്നുന്നു. എന്നാൽ മുൻപ് വരെ ഇങ്ങനെ അല്ലായിരുന്നു. അതിനോട് വരാനായിട്ട് പറഞ്ഞു പോകുന്നു. അങ്ങനെ നിൽക്കെ അവർക്ക് നേരെ ഒരു തണ്ടർ വരികയാണ്. അത് ഷെയ്വൻ പ്യൂരിഫൈങ് ഡീമോണിക് ലോട്ടസ് ഫ്ലെയിം വെച്ച് തടഞ്ഞു. ഇതിന്റെ മുൻപിൽ അതിനൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. 3 റാങ്കിൽ നിൽക്കാൻ എന്തുകൊണ്ട് യോഗ്യതയുണ്ട് എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുമ്പോഴാണ് അവൻ കാണുന്ന ബ്ലാക്ക് ഡെവിൾ തണ്ടർ അടിയിലായിട്ട് അത് 1000 കണക്കിന്. നോർമൽ പോലെയല്ല. ഡീന് എന്തുകൊണ്ടാണ് ഇവിടെ നിന്ന് പേടിച്ച് പോയത്, ആ പാനിക്കായി പോയത് എന്ന് ഇതിലൂടെ മനസ്സിലാക്കാലോ. ഇത് വെച്ച് മാത്രം നിനക്ക് അപ്ഗ്രേഡ് ആകാൻ പറ്റൂ പോ എന്ന് പറഞ്ഞു വിട്ടു. അതിന് നേരെ 2 ബ്ലാക്ക് ടീൻ തണ്ടർ അത് വന്ന് കറങ്ങി തണ്ടർ നേരെ അടിക്കുന്നു. അതെല്ലാം ആ പപ്പറ്റി അബ്സോർവ് ചെയ്യണ്. അതിന്റെ ഉള്ളിലേക്ക് കടന്നുപോയി അതിന് പവർ കിട്ടാൻ തുടങ്ങിയതുപോലെ. അങ്ങനെ നിൽക്കെ മറ്റൊരു ബ്ലാക്ക് തണ്ടർ വരുന്നു. ഷിയേനൊന്ന് നോക്കുന്നുണ്ട്. അത് വന്ന് ആ പപ്പറ്റിനെ കൊണ്ട് മൂടി. അത് പ്രതിരോധിക്കാനായിട്ട് നോക്കി അവസാനം മുഴുവനായിട്ട് ഇല്ലാതാക്കി കളഞ്ഞ് ആ പവർ എടുക്കുന്നു. അപ്പൊ ഇനി അത് സ്വന്തമായിട്ട് നോക്കിക്കോളും എന്ന് ഷിയേൻ പെട്ടെന്നാണ് ഒരുപാട് അധികമായിട്ട് വരുന്നു, നീ കൊള്ളാം എന്ന് പറഞ്ഞ് നേരെ വിട്ട്. അത് പിന്നെ വരുന്നത് മാറിയത് പോവുകയാണ്. എല്ലാം ജസ്റ്റിനൊക്കെ പോകുന്നുണ്ട്. അവസാനം എല്ലാം കൂടി ചെയ്തു. അതിന് ചേർത്ത് വന്നു ഒറ്റ അടി. അതെല്ലാം ഇല്ലതായി. എന്നിട്ട് ആ പവർ കൂടി ഒരുമിച്ചെടുക്കുന്നു. അതോടെ ആ പപ്പറ്റിന്റെ ബോർഡ് തന്നെ മാറാനായിട്ട് തുടങ്ങി. ഇങ്ങനെ പോയാലേ പകുതി മാസം കൊണ്ട് തന്നെ അഡ്വാൻസ്ഡ് ലെവൽ 6 സ്റ്റാർ ഡൗസൻറ്റിലേക്ക് എത്തും. അപ്പോൾ ഷവിയെ അതിനും വേണമെന്ന പോലെ നിങ്ങൾ രണ്ടുപേരും കൾട്ടിവേഷൻ ചെയ്യാൻ ഇതെടുത്തോ ഓക്കെ എന്നതുപോലെ അവർക്ക് നേരെ ഒന്ന് വന്നപ്പോൾ ഷിവൻ തടാൻ നോക്കി. എന്നാൽ ഷവി എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ പോയി അത് അബ്സോർവ് ചെയ്യുന്നു. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായതുപോലെ അത് ഷിവന് കിട്ടി. അത് ഡിവോവറിങ് പവർ വെച്ച് റിഫൈൻ ചെയ്ത് എടുക്കുകയാണ്. അത് കഴിഞ്ഞ് പിന്നെ ചൂണ്ടയൊക്കെ മീൻ പിടിക്കുന്നത് പോലെ ആയിരുന്നു ഷവി അത് അബ്സോർവ് ചെയ്യുന്നത്. ആ റിഫൈൻ ആക്കി ചെടുക്കുന്നതില്ല ഷിവനിലേക്ക് വരുന്നുണ്ട്. ഇത് തന്നെയാണ് പെർഫെക്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് അവൻ കൾട്ടിവേഷൻ ചെയ്യുന്നു. അങ്ങനെ 3 അവിടെ വെച്ച് കൾട്ടിവേഷൻ ചെയ്യാനായിട്ട് തുടങ്ങി. ഒരു സ്റ്റെപ്പ് കൂടി മതി പീക്ക് 5 സ്റ്റാർ ഡൗസൻറ്റിലേക്ക് എത്താൻ. അവൻ്റെ മാക്സിമം ലെവലിൽ എത്തിയിരുന്നു. ഇനി ആയ പണി കിട്ടും. നോർത്ത് എത്തി അവൻ്റെ ഇരുന്ന സ്കൈ ടീം പപ്പത്തിന് എന്ത് പറ്റിയെന്തോ അങ്ങനെ പോകാനായിട്ട് നിൽക്കുകയാണ്. അവിടെ മാറ്റം വരാൻ തുടങ്ങി. അവൻ നോക്കി അവിടെ ആയിട്ട് ഒരു റൂയിൻസ് ഉണ്ടായി വരുന്നു. അതുപോലെ സെൻട്രലായിട്ട് ഒരു ഡ്രാഗൺ. അതുകൊണ്ട് ഇത് പിലിസ്താണ്ട സംഭവം പറ്റുന്നു. 9 ടയർ ഗോൾഡൻ ബില്ലിന്റെ ദ 9 മാർവലസ് ഗോൾഡൻ തടവ് എന്ന് പറയാണ്. അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കണക്ക് ബൈ. ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മഴയാണ്. ചിലപ്പോൾ വോയിസ് ഒന്ന് ക്ലിയർ ആയി വരുമൊന്നും ഇല്ല. അപ്പോൾ സോറി. ഓക്കേ.